ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് വളരെ അടുത്തായിട്ടാണ്. കാക്കനാട് പുക്കാട്ടുപടി റൂട്ട് എല്ലാവർക്കും ഫെമിലിയർ ആണ്. തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം അറിയാം. അതിന് തൊട്ടടുത്തായിട്ടുള്ള കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന മനോഹരമായ വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. വില്ലകൾ എന്നെടുത്ത് പറയാനുള്ള കാരണം നമുക്ക് ഇവിടെ 8 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ട് ആണിത്. നിങ്ങൾക്ക് ലാൻഡ് അളവ് കൂടിയ വീട് വേണമെങ്കിലും സ്ക്വയർ ഫീറ്റ് കൂടിയ വീട് വേണമെങ്കിലും ഒക്കെ മാർബിൾ ഹോംസിന്റെ കയ്യിൽ ഈ ഒരു പ്രൊജക്ടിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിരുന്നു മെയിൻ റോഡിൽ നിന്ന് വെറും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സെയിം ടൈം മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പം ഇവിടെ നിന്ന് എത്താം. ഏകദേശം 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ട് എലിവേഷനോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം തന്നെ നമുക്ക് റോഡിൽ നിന്നൊക്കെ വരാനുള്ള ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഏകദേശം റോഡ് ഫ്രണ്ടേജ് ആയിട്ടൊക്കെയാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട് ഇതിന്റെ സൈഡ് റോഡായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ടാർ റോഡാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. മുനിസിപ്പൽ റോഡാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകൾ നമുക്ക് കാണാം. അപ്പൊ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല വിസിബിൾ ആയിട്ടുള്ള വില്ലകളും കൂടിയാണ്. ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ എല്ലാം നല്ല മനോഹരമായ ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. വീടിനെ നമുക്ക് മതിലിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. GA പൈപ്പിനെ കുറച്ച് വർക്കുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ നമുക്ക് മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ലേസർ കട്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്തുള്ള ആ ഒരു ഏരിയ മാത്രമാണ് നമുക്കിനി കുറച്ചൊന്ന് കവർ ചെയ്യാനുള്ളത്. ഗേറ്റിന്റെ ഒരു പീസ് വന്നിട്ട് നമുക്ക് തുറന്നു വെക്കാവുന്ന ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ടുള്ള ടെറാക്കോട്ട വർക്കുകൾ ചെയ്തിട്ടുണ്ട്. GA പൈപ്പിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രിക്കിന്റെ വർക്കുകൾ വരുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വീടിന്റെ ഒരു കോമ്പൗണ്ടിന്റെ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കയറാം. നേരെ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർച്ചിൽ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാം. അവിടേക്കാണെന്നുണ്ടെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വെക്കാനുള്ള സ്പേസ് ആണ് ആ ഒരു ഭാഗത്തെല്ലാം തന്നെ കിട്ടുന്നത്. ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലും മതിലിലൊക്കെ നമുക്ക് കുറച്ച് പോർഷനിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അവിടെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഫൈനൽ വർക്കുകളും കൂടി മാത്രമാണ് ഇവിടെ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ആ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കാർ പോർച്ച് കണ്ടു. പില്ലറുകൾ 2 ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാലും കാണാം അതുപോലെ തന്നെ സെയിം ആയിട്ട് ആ ഒരു ബേബി മെറ്റലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടാണ്. അവിടെ നിങ്ങൾക്ക് ഒരു കിണർ കൂടെ കാണാവുന്നതാണ്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആ ഒരു വർക്ക് ഏരിയയുടെ പോർഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ആ കിണറൊന്ന് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ഒരു ചെറിയ സിറ്റ് ഔട്ടിലാണ്. ഈ ഒരു പില്ലർ കണ്ടാൽ അറിയാം ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഡോറ് വന്നിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോറാണ് ഒറ്റ പീസിൽ തീർത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടിന്റെ ഡോറ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലോറിൽ നിന്ന് തുടങ്ങാം. വൈറ്റ് കളറുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഡിസൈൻ അതിനകത്ത് മെർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ വരുന്നത്. മൊത്തത്തിൽ നിങ്ങൾ അകത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നിറയെ നമുക്ക് മൾട്ടിവുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 വിൻഡോസ് ആണ് ഇങ്ങനെ നേരത്തെ അടുപ്പിച്ച്. സാധാരണ നമുക്ക് അടുത്തടുത്തായിട്ടാണ് വിൻഡോകൾ ഇതൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വിൻഡോസ് എല്ലാം വെച്ചിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ TV യൂണിറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം TV വെക്കാനുള്ള സ്പേസ് മൾട്ടിവുഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയ ഡിസൈനുകളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാനുള്ള എൻട്രൻസ് നോക്കിയാലും കാണാം മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 6 പേരെ വരെയാണ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്.
അതിന്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു വോൾ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ ഇതുപോലെ ഗോൾഡൻ ബീഡിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് ഒക്കെയാണ് സ്റ്റെപ്സിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഇത് ഫുൾ ആയിട്ട് തന്നെ അങ്ങ് മുകൾ വശം വരെ കവർ ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം പഴയ ആ ഒരു ഫാഷനൊക്കെ ഇപ്പൊ മാറി തുടങ്ങി. ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അഡീഷണൽ ഒരു ബോക്സ് ആയിട്ടൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ ചെയ്യുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാസ് ഒക്കെ വിരിക്കാനായിട്ട് ഭംഗിയായിട്ട് വുഡൻ കൊണ്ടുള്ള ഒരു ഔട്ടർ ലൈനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു ബ്ലാക്ക് കളറിൽ സെറയുടെയാണ് യൂണിറ്റ് വെച്ചിരിക്കുന്നത്. അതിന് താഴെയും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലൊക്കെയാണ് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നിറയെ ഷെൽഫൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയും മുകളിലും ഒക്കെ ആയിട്ടും ഓപ്പൺ ഷെൽഫുകൾ ധാരാളമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം നമുക്ക് ഹാങ് ചെയ്തിടാവുന്ന പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു വർക്ക് തന്നെയാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡുള്ള ഒരു കളറാണ് വാർഡ്രോബ്സിനെല്ലാം തന്നെ കിച്ചൺ ക്യാബിനറ്റ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ബ്ലോ ഹോട്ടിന്റെ ഒരു ചിമ്മിണി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ധാരാളം തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്കുള്ള ഡോർ നമുക്ക് തുറന്നു വരുന്നത് നേരെ അവിടുത്തെ ആ ഒരു വർക്ക് ചെയ്ത സ്പേസിലേക്കാണ്. അതിന്റെ വർക്കുകളൊക്കെ അവിടെ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു കിണർ കാണാം. ഈ ഭാഗത്തെ കിണർ വെള്ളം നല്ല ശുദ്ധമായ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഞാൻ എടുത്തു പറയുന്നില്ല. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് ഇവിടെ KWയുടെ വാട്ടറും കൂടിയാണ്. ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ, ഒരു ബെഡ്റൂം നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ആയിട്ടാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഫൈനൽ കുറച്ച് വർക്കുകളും കൂടെ നമുക്ക് കഴിയാനുണ്ട്. വളരെ കുറച്ച് വർക്കുകൾ മാത്രം. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അവർ കൊണ്ടുപോകാതെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു ഗ്രേ കളർ തന്നെയാണ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാർഡ്രോബുകളുടെ ഇടയിലായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. ആ സ്പേസ് കളയാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി ചെയ്തിട്ടുണ്ട്. അതിന് താഴെയും നമുക്ക് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. റൂഫിന്റെ മുകളിലും ഭംഗിയുള്ള വുഡൻ പാനലിങ്ങുകളൊക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ കണ്ട 3 വിൻഡോസ് കൂടാതെ ഈ 2 സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് കൂടെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വലിയ മിറർ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും കാണാൻ കുറച്ച് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഓൾറെഡി എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. സെറയുടെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ബാത്റൂമിനകത്തൊക്കെ ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ വന്നിരിക്കുകയാണ്. ഹാൻഡ് റെയിൽസ് ഇവിടം വരെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ വുഡൻ ഔട്ടർ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് നമുക്ക് വരുന്ന വഴികളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നേരെ കയറി വരുമ്പോൾ നല്ല ഭംഗിയുള്ള രണ്ട് ഷോ ലൈറ്റുകളാണ് നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴിയിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പെർഗോള മോഡലാണ്. പക്ഷെ അത് ഔട്ടർ എല്ലാം വരുന്ന പോർഷൻ ഫ്രെയിം കൊണ്ട് വുഡൻ ഫ്രെയിം കൊണ്ട് കവർ ചെയ്തിട്ട് അതിനകത്തെല്ലാം തന്നെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. കയറി വരുമ്പോൾ തുടങ്ങി നമുക്ക് മുകളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫ്രെയിമുകളാണ് എല്ലായിടത്തും ഇട്ടിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്സും LED ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. താഴെ നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ പ്ലസ് ഒരു റീഡിംഗ് റൂമും കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. നേരെ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 ഡോറുകളും ഇവിടെ ഒരു ഡോറും കാണാവുന്നതാണ്. ഈ കാണുന്ന ആദ്യത്തെ ഡോർ വരെ നമുക്ക് തുറന്നു നോക്കാം. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഒരു ഡബിൾ കോട്ട് ഇട്ടാൽ പോലും വീണ്ടും നമുക്ക് നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നിറയെ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയി നമുക്ക് ഏത് തുറക്കണോ ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഒക്കെയാണ്. ചെറുത് മാത്രം തുറന്നാൽ മതിയെങ്കിൽ താഴെ തുറക്കാം, വലുത് തുറക്കണമെങ്കിൽ അങ്ങനെ ഭംഗിയായിട്ടാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് കിട്ടുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു വാർഡ്രോബ് കണ്ടു. അതുകൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ താഴെ നമുക്ക് ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു ബെഡ്റൂമാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്.
നമുക്കിവിടെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്കൊരു ടേബിൾ വിത്ത് ഷെൽഫ് കൂടി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നോക്കുവാണെങ്കിലും കാണാം ഔട്ടർ പോർഷനുകളെല്ലാം തന്നെ നല്ല വുഡൻ ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് അതിനകത്തെല്ലാം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് തുറക്കുന്ന ഡോറ് നമുക്ക് ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ജിയ പൈപ്പ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഭംഗിയായിട്ട് തന്നെ അവിടെ ആയിട്ടൊരു ടെറാക്കോട്ട ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ വിസിബിൾ ആണ്. ഇവിടെ ഈ ഒരു സൈഡ് റോഡാണ്, ഞാൻ പറഞ്ഞു മെയിൻ റോഡിന്റെ സൈഡ് റോഡായിട്ടാണ് കിട്ടുന്നത്. അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാൽക്കണി കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും ഈ ഒരു റീഡിംഗ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ കാണാനായിട്ട് ബാക്കിയുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ വരുന്നത് ഈ ഒരു ലാസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് മാത്രമായിട്ടാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആ മിഡിൽ ഭാഗത്ത് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ബാക്കിയുള്ള 2 വിൻഡോസ് വരുന്നത്. ഇതിന്റെ റൂഫിൽ നമ്മൾ കണ്ട ആ സെയിം വർക്കുകളൊക്കെ തന്നെയാണ് ഇവിടെയും റൂഫിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. മെയിൻ വാർഡ്രോബ് കൂടാതെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ, ഒരു മിറർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു വെരി ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ബാത്റൂമിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ വന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. 3 ബെഡ്റൂമും ഒരു റീഡിംഗ് റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ എൻട്രൻസ് കാണാം. ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത് ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഈ എൻട്രൻസ് നമുക്ക് നേരെ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. നമുക്കൊരു ഡോറ് കമ്പൽസറി ആണെങ്കിൽ ഒരു ഡോറ് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ നിറയെ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഡോർ തുറന്നാൽ ഭയങ്കര നോയ്സ് ആണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കാക്കനാടിനോട് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിൽ തേവയ്ക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. അതിനടുത്തായിട്ട് കുഴുവേലിപ്പടിയിലാണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് പോകും. അതിന് മുമ്പ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്ന എല്ലാ വീടുകളും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. ലീഗൽ ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ നല്ല അഡ്വക്കേറ്റ്സിനെയും തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതുപോലെ ഇതിൽ കാണിക്കുന്ന വീടുകൾ കൂടാതെ നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ടുള്ള റീസെയിൽ ആയിട്ടുള്ള വീടുകൾ വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കുറച്ച് വീടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ എറണാകുളം ജില്ലയിൽ അത്യാവശ്യം നമുക്ക് തൃപ്പൂണിത്തറ അതുപോലെ തന്നെ ഈ കാക്കനാട് ഭാഗങ്ങളിലൊക്കെ യൂസ്ഡ് വീടുകൾ വേണ്ടവരും തീർച്ചയായിട്ടും മാർബിൾ ഹോംസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് പറയുന്ന പ്രൈസുകൾ ഒന്നും തന്നെ യാതൊരു ചേഞ്ചസ് വരുത്തുകയോ കൂടുതൽ ഹൈക്ക് ചെയ്ത് പറയുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മളിത് ബിൽഡർ പറയുന്ന പ്രൈസ് അതേ ആ ഒരു പ്രൈസ് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ചാൽ മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ തരുന്ന നെഗോസിയേഷനും അതുകൂടാതെ മാർബിൾ ഹോംസിന്റെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട്. ഈ 2 റേറ്റും കൂടെ കൂട്ടി നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ വീടുകളും സ്വന്തമാക്കാവുന്നതാണ്. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യുന്ന വീടുകൾക്ക് മാത്രമാണ് കിട്ടുന്നത്. അതുപോലെ ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഫാമിലി ആയിട്ട് വീട് കാണാൻ വരുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സിന്റെയും കൂടെ മാക്സിമം ഞാൻ തന്നെ വരാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ജേർണി ആയിരിക്കും നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ വീടുകൾ കാണാൻ വരുമ്പോൾ ലഭിക്കുന്നത്. അപ്പൊ ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെന്റ് ലാൻഡിലാണ്. 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1600 ആണ്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം പ്ലസ് ഒരു റീഡിംഗ് റൂം, 3 ബെഡ്റൂം പ്ലസ് ഒരു 1 റീഡിംഗ് റൂമും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിന്റെ കാർ പോർച്ചിൽ ഒരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള റോഡ് ഫേസ് ആയിട്ടൊക്കെ ഏകദേശം നൽകുന്ന ഈ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 74 ലക്ഷം രൂപയാണ്. 74 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഭംഗിയുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.